ഞാൻ കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണ്ട്രിയിൽ തുണി കഴുകാൻ കൊടുത്തതാണ്. എന്നിട്ടിപ്പോൾ ആ സംഭവം ഒന്നും കാണുന്നില്ല. എൻ്റെ ഡ്രസ്സ് മിസ്സായിപ്പോയി. 2-3 ദിവസം അവർ നാളെ കൊണ്ടുവരും മറ്റന്നാൾ കൊണ്ടുതരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് പറയുന്നു കാണുന്നില്ല, ഞങ്ങൾ പൈസ തരാമെന്ന് പറയും. അപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് കുറച്ച് ഡ്രസ്സ് മേടിക്കണം. വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം ഇറങ്ങിയതാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പോവാം. എനിക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിട്ടുണ്ട്. മീനാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു വലിയ മീനും അതുപോലെ കുറച്ച് റൈസും. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് കുറച്ച് പഴയ വീടുകളാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ താഴെ കാണുന്നത് ഫുള്ള് വെള്ളം കെട്ടി കിടക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ബോംബെയിലൊക്കെ കാണുന്നത് പോലെ. ഇതിനകത്തൊക്കെ ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ ചാല് ഓട എന്ന് പറയുന്നത്. ഇതൊക്കെ ചെറിയ ഹോട്ടൽസാണ്, സ്ട്രീറ്റിൽ ഫുഡിന് വേണ്ടിയിട്ടുള്ള. ഇതൊക്കെ വൈകിട്ടാകുമ്പോഴാണ് മെയിനായിട്ട് ആക്റ്റീവ് ആവുക. ഈ വീടുകളിൽ നിന്നൊക്കെയുള്ള വെള്ളം നേരെ ഈ ഓടയിലോട്ടാണ് വീഴുന്നത്, ഈ ചാലിലോട്ടാണ് വീഴുന്നത്. മൊത്തം മലിനമായിട്ടുള്ള വെള്ളമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ അവർ താമസിക്കുകയും ചെയ്യും. ബൈക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ടാക്സി. Kasih. നമ്മളങ്ങനെ പസാർ ബാറുവിലെത്തി. പസാർ ബാറു എന്ന് പറയുന്നത് 1820 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. കൊളോണിയൽ സ്റ്റൈലിലുള്ളതാണ്. ഡച്ചുകാരൊക്കെ വന്നിരുന്ന സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പസാർ ബാറ്. ഈ സ്ഥലത്തിനെ ശരിക്കും ഒരു ലിറ്റിൽ ഇന്ത്യ എന്നും കൂടെ പറയും. കാരണം ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഇന്ത്യൻസിൻ്റെ ഷോപ്പുകളുണ്ട്. ഇപ്പം ഇതെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. കാരണം കൊറോണ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഷോപ്പുകളെല്ലാം ഒരുവിധം ഒക്കെ കാലിയായിട്ട് കിടക്കുന്നത്.
എനിക്ക് കുറച്ച് ഷോർട്സൊക്കെ ആണ് മേടിക്കാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും നമുക്കിവിടെ കിട്ടുമെന്ന് നോക്കാം. ഹായ്, വാച്ചിൻ്റെ മാത്രമായിട്ടൊരു ഷോപ്പാണിത്. ക്ലോക്കുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോക്കിൻ്റെ. ആ പേബ വെഡ്ഡിങ് ഡ്രസ്സസിൻ്റെ ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ പേര് കണ്ടോ, മഹാരാജ ടെക്സ്റ്റൈൽസ്. ഇതൊക്കെ ഇന്ത്യൻ എന്താ പറയുക, ഇന്ത്യക്കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഷോപ്പുകളായിരിക്കും. ഇവിടെ ഞാൻ ഇതിന് മുമ്പ് വന്ന സമയത്ത് ഒരു ഇന്ത്യൻ ഫാമിലീനെ പരിചയപ്പെട്ടിരുന്നു. കടയിൽ നിന്ന് കുറച്ച് ഗ്ലൗസും മാസ്കൊക്കെ മേടിച്ചു. കുറച്ചായിട്ട് തിരഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. ഞാൻ താമസിക്കുന്ന ഭാഗത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരവസരം കിട്ടി, ഇപ്പം മേടിച്ചു. കുറച്ച് ഷോർട്ട്സും ടീഷർട്ടൊക്കെ മേടിക്കാൻ വേണ്ടി നോക്കണം. അതിനായിട്ടൊരു കടയിൽ കയറിയിട്ടുണ്ട്. എന്താ കിട്ടുന്നത് നോക്കാം. ഷോപ്പിനകത്തൊന്നും ഒറ്റ മനുഷ്യനില്ല, ഫുള്ളായിട്ട് കാര്യമായിട്ടിരിക്കുക. സ്റ്റാഫെല്ലാം പുറത്ത് തനിയെ പോയിട്ടിരുന്ന് വർത്തമാനം പറയുന്നു. ഞാനിവിടെ 2 ഷോർട്ട്സും അതുപോലെ കുറച്ച് ടീഷർട്ടൊക്കെ മേടിച്ചു. കാരണം റൂമിലാണ് ഇടാനാണ് ഡ്രസ്സസ് ഇല്ലാത്തത്. അതെല്ലാം ഉണ്ടായിരുന്നെല്ലാം പോയി. എല്ലാവരും വെറുതെ ഇരിക്കുക, ഒറ്റ മനുഷ്യനില്ല. ശരിക്കും പസാർ ബാറൂർ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നതാണ് ഈ സമയത്തൊക്കെ. ഒറ്റ മനുഷ്യനില്ല. ഇത്രയും വലിയ ഷോപ്പിനകത്ത് ഒരു ആൾ പോലും, ഞാൻ മാത്രമാണ് ആകെ ഒരു കസ്റ്റമറായിട്ടുള്ളത്. ചവിട്ടികളുടെ പേര് എന്തോ ഓർമ്മയെന്ന് പറയും. വീട്ടിൽ അമ്മ വെട്ട് തുണി വെച്ചിട്ട് ഇതുപോലത്തെ ചവിട്ടികൾ തയ്ക്കാറുണ്ട് ആദ്യം, വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ നുറുക്കിയിട്ട് അതുപോലെ ഉള്ള ചവിട്ടികൾ നിലത്തിടാൻ വേണ്ടിയിട്ട് വെട്ട് തുണി കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നാട്ടിൽ 50 രൂപ ഒരെണ്ണത്തിന്. കൊള്ളാം. Orang ini nggak ada ya, kosong ya? Ya. Masalah itu apa, corona ya? Corona, makanya kondisinya kurang bagus untuk apa, ekonomi juga kan? Iya, perdagangan juga kena semua ini kosong. Oke Pak, kasih ya. Boleh, terima kasih.
ഇതാണ് ബാത്തിക് ഡ്രസ്സുകളുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു ഷോപ്പാണ്. ഇതിനകത്ത് ബാത്തിക്കിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. ട്രഡീഷണൽ ഡ്രസ്സാണ് ഇന്തോനേഷ്യയുടെ. ഇന്തോനേഷ്യയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനും അങ്ങനെ ഒരു ബാത്തിക് ഷർട്ട് മേടിച്ചു. ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് വരാനുണ്ടാവുമെന്ന് അറിയില്ല, അപ്പം അതിരിക്കട്ടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകാം. പസാർ ബാറിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജക്കാർത്ത കത്തീഡ്രലിലേക്ക് വരാം. ജക്കാർത്ത കത്തീഡ്രലിലേക്ക് നമുക്കിപ്പം എൻട്രി ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി സമയം വൈകിയതുകൊണ്ട് ഇനി ഉള്ളിലോട്ട് കയറ്റില്ല. നമുക്ക് ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ജക്കാർത്തത്തിന് ഒരു ദിവസം നമുക്ക് വന്നിട്ട് ജക്കാർത്ത കത്തീഡ്രലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാണാം. ജക്കാർത്ത കത്തീഡ്രലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മോസ്കും കത്തീഡ്രലും ഏകദേശം അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് പസാർ ബാറുവിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.